അറിവിലെത്തിക്കണം. ഇനി അതുമല്ലെങ്കിൽ ഈ കേസിൽ അത്തരത്തിൽ പോലീസ് സുകുമാരക്കുറുപ്പിനെ രക്ഷപ്പെടുത്തുകയാണ് ഇപ്പോഴും, അല്ലെങ്കിൽ ആരെങ്കിലും സുകുമാരക്കുറുപ്പിനെ ഒളിവിൽ പാർപ്പിച്ചിരിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ടോ അല്ലെങ്കിൽ അത്തരമൊരു അലിഗേഷൻ, അതല്ലെങ്കിൽ അന്ന് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി ഇപ്പോഴാണ് അറിവ് ലഭിച്ചതെന്നോ ഒരു പുതിയ ഒരു ഇൻഫർമേഷൻ കിട്ടുകയാണെങ്കിൽ ആ ഇൻഫർമേഷന്റെ അടിസ്ഥാനത്തിൽ തന്നെ കോടതിയെ സമീപിക്കാം. അതിന്റെ അടിസ്ഥാനത്തിൽ കോടതിക്ക് വേണമെങ്കിൽ അതിനകത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ഉത്തരവുകൾ വേണമെങ്കിൽ പാസ്സാക്കാവുകയും. അതിലൊരു ക്രിമിനൽ ലോയറായതുകൊണ്ട് ചോദിക്കുകയാണ്, ഈ കേസ് ഒരു പക്ഷേ ഈ പറഞ്ഞ ശുഭാപ്തി വിശ്വാസത്തിലൊന്നും നിൽക്കാതെ അതിനപ്പുറത്തേക്ക് പോയി സുകുമാരക്കുറിപ്പ് അക്കൗണ്ടിംഗ് ആയി തന്നെ തുടർന്നാൽ കേരള നിയമ ചരിത്രത്തിൽ ഇങ്ങനെ ഒരു കേസ്, ഒരു അവസാനമില്ലാത്ത കേസ് എന്ന ഒരു ഖ്യാതി അല്ലെങ്കിൽ ഒരു കുപ്രസിദ്ധി രണ്ടിലേതായാലും ഈ ഒരു കേസിന് നേടാൻ കഴിയില്ല. കേരളത്തിന്റെ ചരിത്രത്തിൽ ഇപ്പൊ തന്നെ പരിശോധിച്ചിരിക്കുന്ന ഒട്ടേറെ കേസുകൾ തുമ്പില്ലാതെ കിടക്കുന്ന കേസുകളാണ്. ഒട്ടേറെ കൊലപാതകങ്ങൾ നടന്നിട്ട് പ്രതികളെ പിടിക്കാൻ കഴിയാത്ത കേസുകളുമുണ്ട്. പക്ഷെ ആ കേസുകൾക്കൊന്നുമില്ലാത്ത തരത്തിലുള്ള ഒരു പ്രാധാന്യം ഈ കേസിന് കിട്ടി. അത് കിട്ടിയ നേരത്ത് താങ്കൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഇൻഷുറൻസിന്റെ പേരിൽ ആദ്യമായിട്ടുണ്ട്. അത് ഇത്രയും ഭീകരമായ രീതിയിൽ ഒരു കാലത്ത് നമ്മുടെ ഗൾഫാണ് നമ്മുടെ പണം എന്ന് പറയുന്നത്, നമ്മുടെ രാജ്യത്തിന്റെ സാമ്പത്തിക സ്ഥിതി എന്ന് പറയുന്നത്. കേരളത്തെ നിയന്ത്രിച്ചുകൊണ്ടിരുന്നത് ഗൾഫ് മണിയാണ്. അപ്പോൾ ആ കാലഘട്ടത്തിൽ ഗൾഫിൽ നിന്നുള്ള ഒരു ഇൻഷുറൻസ് കമ്പനിയുടെ പേരിൽ നടത്തിയ ഈ തട്ടിപ്പ്, ലക്ഷക്കണക്കിന് രൂപ അന്നത്തെ കാലത്ത് നേടിയെടുക്കുന്നതിന് വേണ്ടി നടത്തിയ ആ തട്ടിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടത്തിയിട്ടുള്ള ഒരു ആസൂത്രിതമായ കൊലപാതകം എന്നുള്ള രീതിയിൽ തന്നെ ഇത് ചരിത്രത്താളുകളിൽ സ്ഥാനം പിടിക്കുന്ന ഒന്നാണ്. മറ്റൊന്നെന്ന് പറയുന്നത് സ്വാഭാവികമായി പ്രതിയെ ഐഡന്റിഫൈ ചെയ്തിട്ട് ആ പ്രതിയെ പിടിക്കാൻ കഴിയാത്തത് കേരളത്തിലെ നിയമവ്യവസ്ഥയ്ക്കും പോലീസിനുമേറ്റ തിരിച്ചടിയാണ്. അത് ചരിത്രത്തിലെ ഏറ്റവും വലിയ ഒരു സംവിധാനമായിട്ട് പിടി നിൽക്കുകയാണ്. കാര്യം നമുക്കറിയാം, CBI പോലെയുള്ള റിസർച്ച് അനാലിസിസ് വിങ്ങിനെ പോലെയുള്ള ഒട്ടനവധി രഹസ്യാന്വേഷണ ഏജൻസികൾ ഇന്ത്യക്ക് തന്നെയുണ്ട്. ഇവരാരും തന്നെ വിചാരിച്ചിട്ട് പിടിക്കാൻ കഴിയുന്നില്ല. എന്തുകൊണ്ട് ഇയാളെ പിടിക്കുന്നതിനോ ഇയാളെ തിരോധാനത്തിനെ സംബന്ധിച്ചോ ഇത്രയും നാളായിട്ട് അത്തരത്തിലുള്ള ഒരു അന്വേഷണം എന്തുകൊണ്ട് നടക്കുന്നില്ല എന്നുള്ളത് ഒരു വലിയ സംഭവം തന്നെയാണ്. ഒരുപക്ഷെ അങ്ങനെയാണെങ്കിൽ നമുക്ക് ചർച്ച ചെയ്യപ്പെടാവുന്ന വേറൊരു കാര്യമുണ്ട്. ഒരാളിനെ കണ്ടുകിട്ടിയിട്ടില്ലെങ്കിൽ ആ ആളിന്റെ തിരോധാനത്തിനെ സംബന്ധിച്ച് വേണമെങ്കിൽ നമുക്ക് ഹൈക്കോടതി ഹേബിയസ് കോർപ്പസ് കൊടുത്തു കഴിഞ്ഞാൽ അങ്ങനെ സംഭവിക്കാവുന്നതാണ്. ഇന്നും അതിനുള്ള പ്രസക്തിയുണ്ട് താങ്കൾ സൂചിപ്പിച്ചതുപോലെ. വർഷം